നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് പറയാൻ പോകുന്ന വിഷയം വളരെ അർത്ഥവത്തായിട്ട് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ഈ 3 ലക്ഷണങ്ങൾ ഗ്രഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, ഈശ്വരാനുഗ്രഹം വന്നു തുടങ്ങി. നമുക്കിനിയും നല്ല കാലം ആയി. ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകളും നഷ്ടങ്ങളും മനപ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം ഒന്ന് നീങ്ങി നമുക്കൊരു സുസ്ഥിരമായിട്ടുള്ളൊരു സാമ്പത്തിക ഭദ്രത, നല്ല ഒരു ജീവിതം, നല്ല സന്തോഷപൂർണമായൊരു ജീവിതം നമുക്ക് വന്നു തുടങ്ങി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്തായിട്ടൊന്നുമില്ല, നേടിയെടുക്കാൻ പറ്റാത്തായിട്ടൊന്നുമില്ല. ഈശ്വരാനുഗ്രഹം വന്നു തുടങ്ങണമെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്കുള്ള നെഗറ്റീവ്സ് നമ്മൾ മാറ്റിക്കൊണ്ട് ഈശ്വരനെ വിളിക്കുക. തീർച്ചയായിട്ടും ഈശ്വരൻ വിളി കേൾക്കും. നെഗറ്റീവ് അവനവൻ്റെ പ്രാർത്ഥന കൊണ്ട്, ഈശ്വരവിചാരം കൊണ്ട്, ക്ഷേത്ര ദർശനങ്ങൾ കൊണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഈശ്വരവിചാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അതിന് ഫലമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ദൈവജ്ഞനെ, അതായത് ജ്യോതിഷ സംസ്കൃതത്തിൽ പറഞ്ഞ ദൈവജ്ഞനെ കണ്ട് ദൈവജ്ഞൻ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഈശ്വരാധീനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ മാറും. ആ അവസ്ഥകൾ മാറുമ്പം നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഓരോന്ന് വിശ്വസിക്കുക എന്തുകൊണ്ടാണ്, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ തടസ്സങ്ങൾ മാറിക്കഴിയുമ്പോൾ നല്ല അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോന്നിനെ വിശ്വസിക്കുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകും. അപ്പം അങ്ങനെ നമുക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് ഓരോ ലക്ഷണങ്ങൾ വന്നു ഭവിക്കാറുണ്ട്. ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പം ആ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് വരുന്ന ഐശ്വര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഭാഗ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത്, കായ്ക്കാത്ത അല്ലെങ്കിൽ പൂക്കാത്ത ചെടികളൊക്കെ പൂക്കുക, കായ്ക്കാത്ത ചെടികളൊക്കെ കായ്ക്കുന്ന അവസ്ഥകളൊക്കെ. അപ്പോൾ ഓരോ ഋതുക്കൾ മാറി വരുമ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അല്ല, നമുക്ക് കാലം തെറ്റി ചിലപ്പം ഈ കണിക്കൊന്ന പൂക്ക് നിൽക്കുന്ന കാണാറില്ലേ, കാലം തെറ്റി ചിലയിടത്തൊക്കെ മാങ്ങ ഉണ്ടായി നിൽക്കുന്ന കാണാറില്ലേ. അപ്പോൾ അനേക കാലമായിട്ട് മാങ്ങ ഉണ്ടാവാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചിലയിടത്ത് മുരിങ്ങയ്ക്ക ഉണ്ടായിരിക്കുന്ന, പപ്പായ ഉണ്ടായിരിക്കുന്ന കാണാറുണ്ട്. കാലം തെറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും നന്നായിട്ട് വരുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. അത് നമുക്ക് മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മംഗളകാര്യങ്ങൾ, വീട്ടിലെ ഒരു വിവാഹം, അല്ലെ ഒരു വീട് മെയിൻ്റെനൻസ് ചെയ്യുക, അല്ലെങ്കിൽ പുനർവിവാഹത്തിന് നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ ജോലിക്ക് നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് വരാൻ പോകുന്നതായിട്ട് വാർത്തകൾ നമ്മൾ കേൾക്കുക. ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം. അതായത് ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരാനുഗ്രഹം വന്നു തുടങ്ങി നമുക്ക് ചിന്തിക്കാം. അടുത്ത നമ്മൾ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, അല്ലെങ്കിൽ നമുക്ക് കളഞ്ഞു പോയ വസ്തുക്കൾ, അല്ലെങ്കിൽ കടം കൊടുത്തു ഇനിയും കിട്ടത്തില്ല നമ്മൾ ഉറപ്പിച്ച വസ്തുക്കളൊക്കെ നമുക്ക് കിട്ടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ്. ഒരാളിൻ്റെ കയ്യിരിക്കുന്ന ഒരു വസ്തു മറ്റൊരാളുടെ കയ്യിൽ പോയാൽ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസം അല്ലേ. അപ്പം നമ്മളങ്ങ് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സ് തോന്നണം. ഉറങ്ങുന്ന ഒരാളെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്ന ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ആ മനസ്സ് തോന്നി നമ്മൾ കൊടുത്ത കാര്യങ്ങൾ തിരിച്ച് നമ്മളിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ചെറിയ ഈശ്വരാധീനം പോരാ, ഭാഗ്യം പോരാ, മഹാഭാഗ്യം തന്നെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ മഹാഭാഗ്യം ഇങ്ങനെയുള്ള പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ്. കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസ്ഥകൾ, നടക്കത്തില്ലെന്ന് കരുതിയ മംഗളകർമ്മങ്ങൾ നടക്കുന്ന അവസ്ഥകൾ, അതുപോലെ നമുക്ക് കായ്ക്കാത്ത അല്ലെങ്കിൽ പൂക്കാത്ത ചെടികളൊക്കെ പൂക്കുക, അതിൽ നിന്ന് ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന അവസ്ഥകൾ, ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസുകൾ വിജയങ്ങൾ ഉണ്ടാവുക, അയലത്തുകാർ ശത്രുക്കൾ നമുക്ക് മിത്രങ്ങളായിട്ട് മാറുക, മേലുദ്യോഗസ്ഥർ നമുക്ക് തിരിഞ്ഞു നിന്നവർ നമുക്ക് അനുകൂലമായിട്ട് വരിക, നമുക്ക് പ്രതികൂലമായിട്ട് ഭവിക്കേണ്ട പല കാര്യങ്ങൾ പോലും അനുകൂലമായിട്ട് വരിക. ഇതൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ പ്രാർത്ഥനകൾ, നമ്മൾ ഇന്ന് ഒരാളെ കാണണം, അല്ലെ ഇന്നൊരിടത്ത് നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ ചിന്തിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും നേടിയെടുക്കാനൊക്കെ സാധിക്കുന്നത് ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ആ ഈശ്വരാനുഗ്രഹം ഇല്ലാതാവുന്നത് നമുക്ക് ഈശ്വരനും നമുക്ക് ഇടയ്ക്കായിട്ട് എന്തെങ്കിലും മറകൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ശത്രുദോഷമോ ദൃഷ്ടിദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വന്ന് അതൊരു മറയായിട്ട്, കറുത്ത പാടയായിട്ട് മാറുമ്പോഴാണ്, നമുക്കും ഭഗവാനും ഇടയ്ക്ക് തടസ്സങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനകൾ ഫലമില്ലാതാവുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലാതാവുന്നത്, വഴിപാടുകൾ ചെയ്തിട്ട് ഗുണമില്ലാതാവുന്നത്, നമ്മുടെ മൈൻഡ് ഫ്രഷായിട്ട് നമുക്ക് വെക്കാൻ പറ്റാതിരിക്കുന്നത്, നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്ന വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, വീട്ടിലൊരു മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, ജോലി നമുക്ക് കുഴപ്പങ്ങളുണ്ടാകുന്ന ഓർത്തോളൂ, നമുക്ക് നെഗറ്റീവ്സ് വന്നു വിട്ടിട്ടുണ്ട്. ആ നെഗറ്റീവ്സ് നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ച്
അത് നല്ലൊരു ആചാര്യനെ കണ്ട് നല്ല ജ്യോത്സ്യനെ കണ്ടത് മാറ്റിയെങ്കിൽ അത് ആ നിശേഷം നീക്കിയെങ്കിൽ മാത്രമേ ആ ഒരു ഗ്രഹണം ബാധിച്ച ഗ്രഹണത്തെ മറികടന്ന് ആദിത്യൻ എങ്ങനെ പൂർണ്ണ ശോഭയോടെ ഭൂമിയിലേക്ക് പതിക്കുന്നു, അല്ലെ ഭൂമിയിലേക്ക് ആദിത്യന്റെ കിരണങ്ങൾ എങ്ങനെ ഭൂമിയിലേക്ക് വരുന്നോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുളിർമ, നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിളിക്കാതെ വരുന്ന കാര്യമാണ് നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചിന്തിച്ചെങ്കിൽ, അതുപോലെ ഭഗവാനെ വിളിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവൂ. ഇനിയും നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.